കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ആരംഭിച്ച നാശമുക്ത ഭാരത് അഭിയാൻ എന്ന ദേശീയ ലഹരിമുക്തി പ്രചരണ പരിപാടിയുടെ ഭാഗമായി പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ എന്റെ കേരളം ലഹരിമുക്ത കേരളം ക്യാമ്പയിൻ നാളെ അടിമാലിയിൽ നടക്കും. അടിമാലിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ലഹരിമുക്ത പ്രചരണ വാഹനമെത്തും. കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം ആരംഭിച്ച നശാമുക്ത ഭാരത് അഭിയാൻ എന്ന ദേശീയ ലഹരി വിമുക്തി പ്രചാരണ പരിപാടിയുടെ ഭാഗമായി പ്രജാപിത ബ്രഹ്മകുമാരിസിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കേരള ലഹരിമുക്ത പരിപാടിയുടെ ഉദ്ഘാടനം ദിവസങ്ങൾക്ക് മുമ്പ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് എന്റെ കേരളം ലഹരിമുക്ത കേരളം ക്യാമ്പയിൻ നാളെ അടിമാലിയിൽ നടക്കുന്നത്. ലഹരിയോട് നോ പറയാം, എന്റെ കേരളം ലഹരിമുക്ത കേരളം എന്ന സന്ദേശവുമായാണ് ക്യാമ്പയിൻ മുമ്പോട്ട് പോകുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി അടിമാലിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ലഹരിമുക്ത പ്രചാരണ വാഹനം എത്തും. രാവിലെ 8:30 അടിമാലി മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിൽ നിന്നും അടിമാലി മേഖലയിലെ ക്യാമ്പയിന് തുടക്കം കുറിക്കും. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാരതത്തിലാകമാനം ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ കേരളത്തിലും കഴിഞ്ഞ മാസം 27-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലെല്ലാം പര്യടനം നടത്തിക്കൊണ്ട് നമ്മുടെ നശാമുക്ത് ഭാരത് അഭിയാൻ എന്നുള്ള കാമ്പയിൻ ഈ മാസം 29-ാം തീയതി അടിമാലി ദേശത്തിലേക്കും എത്തിച്ചേരുകയാണ്. പോലീസ് സ്റ്റേഷൻ പരിസരം, പഞ്ചായത്ത് ഓഫീസ്, എക്സൈസ് ഓഫീസ് പരിസരമടക്കം വിവിധ ഇടങ്ങളിലൂടെ ലഹരിമുക്ത പ്രചാരണ വാഹനം ക്യാമ്പയിന്റെ ഭാഗമായി എത്തുമെന്നും പൊതുജന പങ്കാളിത്തം ക്യാമ്പയിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നതായും കോർഡിനേറ്റർ BK ശാന്തകുമാരി, PS വേണുഗോപാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.